വയനാടിനെ ചേർത്ത് പിടിക്കാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കി സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. സർവവും നഷ്ടപ്പെട്ടവർക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്ന ഒരു വിദ്യാലയത്തിന്റെ ചിന്ത എത്തിച്ചത് വ്യത്യസ്തമായ കാര്യത്തിലേക്കാണ്. ആരാണെന്നും എന്താണെന്നും കണ്ടുനോക്കാം. വയനാട്ടുകാർക്ക് വസ്ത്രം ഭക്ഷണമൊക്കെ ഒരുപാട് എത്തിച്ചിട്ടുണ്ട്. ബുക്ക് പഠിക്കാനുള്ളതാണ് കുറവ്. അതിനോണ്ട് മാഷുമാർ പറഞ്ഞു നമുക്ക് ബുക്ക് എഴുതി കൊടുത്താലോ വെച്ചപ്പോൾ ഞങ്ങൾ ആന്ന് പറഞ്ഞ് ഞങ്ങൾ എഴുതി. സ്നേഹം തൻ ശക്തി. കുട്ടന് 8 വയസ്സ്, ലൈലക്ക് 6 വയസ്സ്. സ്കൂൾ ഇനി കുറേ ദിവസത്തേക്ക് തുറക്കുകയില്ല, അതുകൊണ്ട് കളിക്കുകയാണ് മുറ്റത്ത്. കോഴിക്കോട് മാറാട് ജിനരാജദാസ് ALP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇത്. മുണ്ടക്കൈയിലെയും വെള്ളാർമലയിലെയും കൂട്ടുകാർക്ക് ഇവർക്ക് നൽകാനുള്ളത് ഈ അക്ഷരസ്പർശമാണ്. 1-ൻ്റെതും 2-ൻ്റെയും 3-ൻ്റെ ഒക്കെ കഴിഞ്ഞു. ഞങ്ങളെ കുറച്ചും കൂടി ഉണ്ട്. ഞങ്ങൾ ആഗസ്റ്റ് 9 കൊടുക്കും. ഓരത് കൊടുത്തിട്ടുണ്ട്. വളരെ സന്തോഷം തന്നിട്ട് ഞങ്ങൾക്കാവുന്നത് ഞങ്ങൾ ചെയ്തെടുക്കണം വിചാരിച്ചിനി. അപ്പോൾ മാഷ് ഇങ്ങനത്തെ ഒരു ഐഡിയ അറിഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചെയ്യാൻ വിചാരിച്ചു. ഉരുൾ നഷ്ടപ്പെടുത്തിയ നോട്ട് പുസ്തകങ്ങൾ കൂട്ടുകാർക്ക് നൽകണമെന്ന ആശയമാണ് ഈ അധ്യാപകരും വിദ്യാർത്ഥികളും ഏറ്റെടുത്തത്. മികച്ച കൈയക്ഷരമുള്ളവർ എഴുതിയപ്പോൾ മറ്റുള്ളവർ പാഠങ്ങൾ ഉറക്കെ വായിച്ചു കൊടുത്തു. ഓരോ വിഷയത്തിൻ്റെയും ഓരോ നോട്ട് പുസ്തകമാണ് തയ്യാറാക്കുന്നത്. ഇത് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ബൈൻഡ് ചെയ്ത് പുസ്തക രൂപത്തിലാക്കി നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. മറ്റെല്ലാ സഹായങ്ങളും സാമ്പത്തികമായാലും ഭക്ഷണം, വസ്ത്രം എല്ലാവർക്ക് വേണ്ട പോലെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്താ ചെയ്യാന്ന് ആലോചിച്ചപ്പോൾ അവർക്കിപ്പോൾ പാഠപുസ്തകവും എല്ലാം നഷ്ടപ്പെട്ടവർക്ക് പാഠപുസ്തകമൊക്കെ സർക്കാർ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ നോട്ട്ബുക്ക് എങ്ങനെ കിട്ടും? അപ്പോൾ അത് ഞങ്ങൾ ചർച്ച ചെയ്തപ്പോഴാണ് നമ്മളെ കുട്ടികളെ കൊണ്ട് എഴുതിച്ചാലോ എന്നൊരു ആശയം വന്നു. അത് കുട്ടികളായിട്ട് ഞങ്ങളത് അതിനെപ്പറ്റി സംവാദം നടത്തിയപ്പോൾ കുട്ടികൾക്കും വളരെ താല്പര്യം. അപ്പോൾ അവരെ കൊണ്ട് തന്നെ അവരെ കൈപ്പടയിൽ ഞങ്ങൾ എഴുതിച്ചു. ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഓഗസ്റ്റ് 15 അവരുടെ കയ്യിലെത്തിക്കാനാണ്. മുണ്ടക്കൈയിലും അതുപോലെ വെള്ളാർമലയിലെ സ്കൂളിലും എത്തിക്കാനാണ് ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പാഠപുസ്തകങ്ങൾ സർക്കാർ അച്ചടിച്ചു നൽകുമെന്ന് വാക്കു നൽകിയിട്ടുണ്ട്. നോട്ട് പുസ്തകങ്ങൾ അക്ഷരസ്പർശത്തിലൂടെ കൈകളിലെത്തുമ്പോൾ എല്ലാം വീണ്ടെടുത്തതുപോലെ അവർ സന്തോഷിക്കട്ടെ. ഷിജിൻ നരിപ്പറ്റയ്ക്കൊപ്പം നയൻതാര, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.